ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മോർഫോളജി എന്താണ്, കോമ്പൗണ്ടിങ്, അഫിക്സേഷൻ, ഇൻഫ്ലെക്ഷൻ ആൻഡ് ഡെറിവേഷൻ, ഇത്രയും സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾക്ക് മോർഫോളജി എന്താണ് എന്ന് നോക്കാം. മോർഫോളജി എന്ന് പറയുന്നത് രണ്ട് വേർഡിൽ നിന്നാണ് ഈ ഒരു മോർഫോളജി എന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്, ഡിറൈവ് ചെയ്തിട്ടുള്ളത്. മോർഫ് എന്ന വേർഡിൽ നിന്നും ഓളജി എന്ന വേർഡിൽ നിന്നും. മോർഫിൻ്റെ മീനിങ് ഫോം, ഓളജിയുടെ മീനിങ് സ്റ്റഡി. ഇനി മോർഫോളജി എന്താണെന്ന് നോക്കാം. മോർഫോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് വേർഡ്സ്, ദെയർ ഇൻറ്റേർണൽ സ്ട്രക്ചർ ആൻഡ് ഹൗ ദേ ആർ ഫോംഡ്. മോർഫോളജി എന്ന് പറയുന്നത് വേർഡ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയും അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറും അതെങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത് ഇതിനൊക്കെ പറ്റി പഠിക്കുന്നതിനെയാണ് മോർഫോളജി എന്ന് പറയുന്നത്. മോർഫോളജി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ്, മിനിമൽ യൂണിറ്റ്സ് ഓഫ് വേർഡ്സ് ദാറ്റ് ഹാവ് എ മീനിങ്. ഇതൊരു മിനിമൽ ആയിട്ടുള്ള യൂണിറ്റ് ആയിരിക്കും ഈ ഒരു വേർഡ്സ് എന്ന് പറയുന്നത്. അതിന് ഒരു മീനിങ്ങും ഉണ്ടാവും, പക്ഷേ അതിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല, അതിലേക്ക് പുതിയ വേർഡ്സ് ആഡ് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. ആൻഡ് ക്യാൻ നോട്ട് ബി ഡിവൈഡഡ് ഫർദർ. ഇനി മോർഫിംസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണുള്ളത്, ഫ്രീ മോർഫിംസ് ആൻഡ് ബൗണ്ട് മോർഫിംസ്. ഫ്രീ മോർഫിംസിൻ്റെ മീനിങ് അല്ല, ഫ്രീ മോർഫിംസ് എന്ന് പറയുന്നത് ഒക്കേഴ്സ് എലോൺ, അതിന് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റും. ബൗണ്ട് മോർഫിംസ് ഒക്കേഴ്സ് വിത്ത് എനദർ മോർഫിംസ്, മറ്റൊരു മോർഫിൻ്റെ കൂടെ ആയിരിക്കും ഇതുണ്ടാവുക, ഇതിന് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മോർഫോളജിയെ പറ്റിയിട്ട് പഠിക്കാനായിട്ടുള്ളത്. മോർഫോളജി എന്ന് പറയുന്നത് രണ്ട് വേർഡ്സിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്, മോർഫ് ആൻഡ് ഓളജി. മോർഫിൻ്റെ മീനിങ് ഫോം, ഓളജിയുടെ മീനിങ് സ്റ്റഡി. ഇനി മോർഫോളജി എന്ന് പറയുന്നത് വേർഡ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്, അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ അതെങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത് ഇതിനെ പറ്റിയിട്ടുള്ളൊരു സ്റ്റഡീനെയാണ് നമ്മൾ മോർഫോളജി എന്ന് പറയുന്നത്. ഈ മോർഫോളജിയെ നമുക്ക് ഒരു മീനിങ് ഉണ്ടാവും, പക്ഷെ അതിന് നമുക്ക് വീണ്ടുമായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. പിന്നെ ഈ മോർഫിംസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണുള്ളത്, ഫ്രീ മോർഫിംസ്, ബൗണ്ട് മോർഫിംസ്. ഫ്രീ മോർഫിംസ് അതിനൊറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റും, ബൗണ്ട് മോർഫിംസിന് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റില്ല, മറ്റൊരു മോർഫിംസ് കൂടെ ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഇത്രയേ ഉള്ളൂ മോർഫോളജിയെ പറ്റിയിട്ട് പഠിക്കാനായിട്ട്. ഇനി നമ്മൾക്ക് കോമ്പൗണ്ടിങ് എന്താണ് എന്ന് നോക്കാം. മോർഫോളജിക്കൽ ഓപ്പറേഷൻ ദാറ്റ് കമ്പൈൻസ് ടു ഫ്രീ ഫോംസ് ഓഫ് വേർഡ്സ് ടു ഗീവ് റൈസ് to a new word that have an entirely new meaning. അതായത് രണ്ട് ഫ്രീ ഫോംസ് ഓഫ് വേർഡ്സ് കമ്പൈൻ ചെയ്ത് കൂട്ടി യോജിപ്പിച്ചിട്ട് പുതിയ ഒരു വാക്ക് ഉണ്ടാക്കും. ആ പുതിയ വാക്കിന് പുതിയ മീനിങ് ഉണ്ടായിരിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. കോമ്പൗണ്ടിങ് തന്നെ മൂന്ന് രീതിയിലാണുള്ളത്, ഓപ്പൺ കോമ്പൗണ്ട്സ്, ക്ലോസ്ഡ് കോമ്പൗണ്ട്സ്, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന്. ഓപ്പൺ കോമ്പൗണ്ട്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് റിട്ടൺ ആസ് ടു വേർഡ്സ് വിത്ത് എ സ്പേസ് ഇൻ ബിറ്റ്വീൻ. അതായത് രണ്ട് വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ട് ആ രണ്ട് വേർഡിൻ്റെയും ഇടയിൽ സ്പേസ് വരികയാണെങ്കിൽ അത് ഓപ്പൺ കോമ്പൗണ്ട്സ് ആണ്. അതായത് ഇപ്പോൾ ലിവിങ് റൂം എന്ന് പറയുമ്പം അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. ഹൈ സ്കൂൾ, ഐസ്ക്രീം, റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനത്തെ വേർഡ്സിൻ്റെ ഇടയിലൊക്കെ നമുക്ക് സ്പേസ് കാണാം. ഇതൊക്കെ ഓപ്പൺ കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ഇനി ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് എന്താണെന്ന് നോക്കാം. ഓപ്പൺ കോമ്പൗണ്ട്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്ലോസ്ഡ് കോമ്പൗണ്ട്സ്. ദേ ജോയിൻ ടു ഫോം എ സിംഗിൾ വേർഡ് വിത്തൗട്ട് എ സ്പേസ് ഇൻ ബിറ്റ്വീൻ. അതായത് രണ്ട് വേർഡ്സ് കൂടി ചേർന്നിട്ട് ഒറ്റ വേർഡായിട്ട്, അത് സിംഗിൾ വേർഡായിട്ട് മാറുക, അതിൻ്റെ ഇടയിലൊരു സ്പേസ് ഇല്ല. അതായത് ഡോർ നോബ്, മൂൺ ലൈറ്റ്, സൺഫ്ലവർ, ഗ്രാൻഡ് മദർ, ബാസ്കറ്റ്ബോൾ, ഇതിൻ്റെ ഇടയിലൊന്നും സ്പേസ് ഇല്ല. ഇതൊരു ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് ആണ്. ഇനി അടുത്തത് ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സ് എന്താണെന്ന് നോക്കാം.
വേർഡ്സ് ജോയിൻഡ് ബൈ ഹൈഫൻസ്. അതായത് ഇപ്പം വേർഡ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഹൈഫൺ വരിക. അതായത് ഇപ്പോൾ ലോങ് ടേം എന്ന് പറയുമ്പം അതിൻ്റെ ഇടയിൽ ഒരു ഹൈഫൺ നിങ്ങൾക്ക് കാണാം. 21 അതിൻ്റെ ഇടയിലും നിങ്ങൾക്ക് ഹൈഫൺ കാണാം. മേരി ഗോ റൗണ്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഹൈഫൺസ് കാണാം. അപ്പോൾ ഇങ്ങനെ ഹൈഫൺസ് വരുന്നതിനെയാണ് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കോമ്പൗണ്ടിങ്ങിൻ്റെ പറ്റിയിട്ട്. കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മോർഫോളജിക്കൽ ഓപ്പറേഷനാണ്. രണ്ട് ഫ്രീ ഫോം ഓഫ് വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു വാക്ക് ഉണ്ടാക്കും. ആ പുതിയ വാക്കിന് പുതിയ മീനിങ് ഉണ്ടാവും. ആ ഒരു പ്രോസസ്സിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. കോമ്പൗണ്ടിങ് 3 തരത്തിലാണുള്ളത്: ഓപ്പൺ കോമ്പൗണ്ട്സ്, ക്ലോസ്ഡ് കോമ്പൗണ്ട്സ്, ഹൈഫണേറ്റഡ് കോമ്പൗണ്ട്സ്. ഓപ്പൺ കോമ്പൗണ്ട്സിൽ 2 സ്പേസിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടാവും. ക്ലോസ്ഡ് കോമ്പൗണ്ട്സിൻ്റെ എന്ന് പറയുമ്പോൾ 2 സ്പേസിൻ്റെ ഇടയിൽ 2 വേർഡ്സിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടാവില്ല. ഹൈഫണേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പം 2 വേർഡ്സ് അതിൽ കൂടുതൽ വേർഡ്സ് ആണെങ്കിലും ആ ഓരോ വേർഡിൻ്റെ ഇടയിലും ഹൈഫൺസ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോമ്പൗണ്ട്സ്. ഇനി നമ്മൾക്ക് അടുത്തത് ഡെറിവേഷൻ എന്താണെന്ന് നോക്കാം. ഡെറിവേഷൻ ഇറ്റ് ഈസ് എ മെയിൻ the process of word formation by which one word is derived or formed from another, most commonly by adding affix to the base form. This bring about a change in the meaning. അതായത് വേർഡ് ഫോർമേഷൻ്റെ മറ്റൊരു പ്രോസസ്സാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വാക്ക് വേറൊരു വാക്കിൽ നിന്ന് ഡിറൈവ് ചെയ്യുക അല്ലെങ്കിൽ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കോമൺ ആയിട്ട് ഫോം ചെയ്യുന്നത് അഫിക്സ് ആയിട്ട് അതിൻ്റെ ബേസിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഫിക്സ് എന്ന് പറയുന്നത് സഫിക്സ് പ്രിഫിക്സുമാണ്. ഓക്കെ, അതായത് ഒരു വാക്കിൻ്റെ മുന്നിൽ ആഡ് ചെയ്യുന്ന അഫിക്സാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. വേർഡിന് ശേഷം ആഡ് ചെയ്യുന്നത് അഫിക്സ് ആണ് സഫിക്സ്. ഈ പ്രിഫിക്സും സഫിക്സിനെയും പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് കാണാത്തവർ അതൊന്ന് പോയി കാണാം. ഓക്കെ, അഫിക്സേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് വേർഡ് ഫോർമേഷൻ ഇൻ വിച്ച് എ സിലബിൾ ഓർ ഗ്രൂപ്പ് ഓഫ് സിലബിൾസ് ആർ ആഡഡ് ടു ദ ബിഗിനിങ് ഓർ എൻഡ് ഓഫ് എ വേർഡ് ടു മേക്ക് എ ന്യൂ വേർഡ്. അതായത് ഒരു വേർഡിൻ്റെ മുന്നിലോ പുറകിലോ ആയിട്ട് വേറെ വേർഡ്സ് ആഡ് ചെയ്യുക, വേറെ സിലബിൾസ് ആഡ് ചെയ്യുന്നതിനാണ് അഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വേർഡിൻ്റെ മുന്നിൽ, ഇപ്പം വേർഡ് മിസ്അണ്ടർസ്റ്റാൻഡ് ആണ്, ഒരു എക്സാമ്പിൾ നോക്കാം. മിസ്അണ്ടർസ്റ്റാൻഡ്, ഈ ഒരു വേർഡിൽ മിസ് എന്ന് പറയുന്നത് പ്രിഫിക്സ് വേർഡാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിൻ്റെ മുന്നിൽ നമ്മൾ മിസ് എന്ന് ആഡ് ചെയ്തിട്ട് അതൊരു പ്രിഫിക്സ് ആയിട്ട് മാറി. സ്റ്റാൻഡ് എന്ന വേർഡ് കൊടുത്തിട്ട് ആ വേർഡിനെ നമ്മൾ സഫിക്സാക്കി മാറ്റി. അതായത് ഒരു വേർഡിൻ്റെ മുന്നിൽ വരുന്ന വേർഡിനെ പ്രിഫിക്സ് എന്നും വേർഡിന് ശേഷം അവസാനം വരുന്നത് എന്താണ്, സഫിക്സുമാണ്. ഓക്കെ, മനസ്സിലാവാത്തവർക്കൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുക്കാം. അൺഅവോയ്ഡബിൾ, എന്ന് പറയുന്നത് ഈ ഒരു വേർഡിൻ്റെ മുന്നിലാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതിനെ പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മുന്നേ, അത് ഓർത്ത് വെച്ചാൽ മതി. സഫിക്സ് അപ്പോൾ വേർഡിന് ശേഷം, അൺഅവോയ്ഡ് എന്നുള്ളതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്തു, ഏബിൾ എന്ന് സഫിക്സ് ചേർത്തു. ഓക്കെ, ഈ ഒരു പ്രിഫിക്സിനെയും സഫിക്സിനെയുമാണ് അഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പം അഫിക്സേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. Inflection refers to the process of word formation in which additions are made to the base form of a word to express grammatical meanings. അതായത് ഒരു വേർഡിൻ്റെ ബേസ് ഫോമിലേക്ക് ഏതെങ്കിലും ഒക്കെ ആഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഗ്രാമറ്റിക്കൽ മീനിങ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വേർഡിൻ്റെ ബേസ് ഫോമിൽ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലെക്ഷൻ എന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇൻഫ്ലെക്റ്ററി എന്നാണ് ആ ഒരു വേർഡ്. അതിൻ്റെ മീനിങ് ടു ബെൻഡ്, വളയുക എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ്. ഓക്കെ,
ഇൻഫ്ലെക്ഷൻസ് ഇൻക്ലൂഡ്സ് ജനറ്റീവ്, അതായത് അപ്പോസ്ട്രോഫി എസ് വരുന്നത്, പിന്നെ പ്ലൂറൽസ്, തേർഡ് പേഴ്സൺ സിംഗുലർ, പാസ്റ്റ് ടെൻസ്, നെഗറ്റീവ് പാർട്ടിസിപ്പിൾ, ഫോംസ് ഓഫ് വേർബ്സ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്സ് ഇതൊക്കെ വരും. ഇതൊക്കെ വരുന്നത് സഫിക്സ് ആയിട്ടാണ്, വേർഡിന് ശേഷമായിട്ട് വരുന്നത്. ഇപ്പം ഇ ഡി ആണെങ്കിലും ഡി, നോട്ട്, ഐ എൻ ജി ഇതൊക്കെ വേർഡിന് ശേഷം സഫിക്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഫ്ലെക്ഷനെ പറ്റി. ഇൻഫ്ലെക്ഷൻ എന്ന് പറയുന്നത് ഒരു വേർഡിൻ്റെ ബേസ് ഫോമിലേക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇൻഫ്ലെക്ഷൻ എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഒരു ലാറ്റിൻ വേർഡാണ്. വേർഡിൽ നിന്നാണ് ഇൻഫ്ലെക്റ്ററി, അതിൻ്റെ മീനിങ് ടു ബെൻഡ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇൻഫ്ലെക്ഷൻ ഇൻക്ലൂഡ്സ് ജനറ്റീവ്, പ്ലൂറൽസ്, തേർഡ് പേഴ്സൺ സിംഗുലർ, പാസ്റ്റ് ടെൻസ്, നെഗറ്റീവ് പാർട്ടിസിപ്പിൾ, ഫോംസ് ഓഫ് വേർബ്സ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്സ് ഇതൊക്കെ എന്താണ് സഫിക്സ് ആയിട്ടാണ് ഇൻഫ്ലെക്ഷൻസിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയാണ് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയിട്ടുള്ളത് എന്താണ് മോർഫോളജി, കോമ്പൗണ്ടിങ്, അഫിക്സേഷൻ, പിന്നെ പ്രിഫിക്സ്, സഫിക്സ്, ഇൻഫ്ലെക്ഷൻ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് ഉണ്ട് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യുക.